പിന്നെ വജൈന ഏരിയ കഴുകാത്ത ടീം വരെയുണ്ട്. വെറുതെ വെള്ളം കൊണ്ട് മാത്രം. അപ്പം ഞാൻ ചോദിച്ചു, ഇതുവരെയും സോപ്പിട്ട് ഇല്ല? ചെറുപ്പത്തിൽ കുളിപ്പിച്ചപ്പോൾ വീട്ടുകാർ കുളിപ്പിച്ചപ്പോൾ തയ്ച്ചതന്നെ. അതിന് ശേഷം ഞാൻ നേരം അവിടെ സോപ്പിട്ടിട്ടില്ല. അത് നല്ലത് തോന്നുന്നു എനിക്കൊരു കണക്കിന്. ഡോക്ടർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർ പറയുന്നത് വെളിച്ചെണ്ണ ഡ്രൈ ആവില്ല, അവിടെ വെളിച്ചെണ്ണയൊക്കെ തേക്കുക എന്നാണ്. ഒരു 50 ആകുമ്പോൾ എന്തായാലും പീരീഡ്സ് നിൽക്കും. 45 അബോവ് ആകുമ്പോഴേ പീരീഡ്സൊക്കെ നിൽക്കും പലർക്കും, പല അമ്മമാർക്കും. അപ്പോൾ അവരുടെയും കൂടെ ശ്രദ്ധിക്കാം. അമ്മമാർക്ക് ആര് പറഞ്ഞു കൊടുക്കാൻ? അവരിതൊക്കെ ഒളിച്ചു വയ്ക്കും. ചൂടുവെള്ളം ഉപ്പിട്ട് കൊണ്ടുപോയി കഴുകും. അതും ബാക്ടീരിയ നശിക്കുന്ന പോലെയാണ്. അതല്ല ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ ഈ വജൈനൽ ക്രീം വരും, അതുകൊണ്ടാണ് എനിക്ക് വലിയ യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടില്ല. എനിക്ക് യൂസ്ഫുള്ള് തോന്നിയത് ഇത് തന്നെയാണ്. നമ്മുടെ കറ്റാർ വാഴേൻ്റെ ജെല്ല് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫെക്ഷനുള്ള മരുന്ന് വരും, അത് കഴിക്കുമ്പം ഓക്കെ ആയിരിക്കും. കാരണം എനിക്ക് അതിൽ നിന്നും കുറഞ്ഞു. എനിക്ക് പാഡ് വയ്ക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഈ കോട്ടൺ പാഡ് അല്ലാണ്ട് ഈ വിലയുള്ള പാഡുകൾ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറ്റുകയില്ല. മറ്റേ സാധനം വാങ്ങി വെക്കാനും പേടിയാണ്. പിന്നെന്താ അടുത്ത യൂസ്ഫുള്ള്? പിന്നെ നമുക്ക് പെൺപിള്ളേർക്ക് വരുന്നൊരു കാര്യമാണ് വെള്ളപോക്ക് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എല്ലാവർക്കും, മിക്കവർക്കും ഉണ്ട്. അതിൽ പേടിക്കാനൊന്നുമില്ല. ഡേഞ്ചർ ആവുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം, അത് പറയണം, മറച്ച് വയ്ക്കാണ്ടിരിക്കരുത്. ഈ പിള്ളേരൊന്നും നാണക്കേട് കാരണം പറയൂല. പിന്നെ പാരൻസാണ് തുണി അലക്കുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാവുമല്ലോ. ചിലർക്കില്ല, ഇല്ലാത്തത് നല്ലതാണ്. ഉള്ളവർക്കാണ് പ്രശ്നം മൊത്തം. ഇങ്ങനെ ഇന്നർ മാറ്റിക്കൊണ്ടേ ഇരിക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയൊക്കെ വളരെ വിദഗ്ധമായി സൂക്ഷിക്കുക. അവിടെയൊക്കെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, പിന്നെ ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുക. ക്രീമുകളൊന്നും തേക്കണ്ട, മനസ്സിലായോ? പിന്നെ അലോവേരൻ്റെ ജെല്ലൊക്കെ തേച്ച് കൊടുക്കുക. ഇത്രയൊക്കെ വേണ്ടുള്ളൂ. പിന്നെ ഡോക്ടർ അഥവാ തരികയാണെങ്കിൽ മാത്രം ആ ജെല്ല് തേക്കുക. എനിക്ക് ആ ജെല്ല് യൂസ്ഫുള്ളായിട്ടേ ഇല്ല. അവർ തരുന്ന മരുന്നും ഓക്കെ ആയിട്ടുണ്ട്. ഹോംവേയിൽ നല്ല മെഡിസിൻ ഉണ്ട് കേട്ടോ. ഇതിന് ഒരു മരുന്ന് തരും. നമുക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു മരുന്ന് തരും. ഞാൻ പോയി വാങ്ങലുണ്ട്. എനിക്കിനിപ്പോൾ ഒരു യാത്രയുണ്ട്. അപ്പോഴെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഇതാണ് പാട്. പണ്ടാരം ഈ പാഡ് ഉപയോഗിക്കണ്ടേ. പിന്നെന്താ?